നമസ്തേ. കേരള സിലബസ് 8ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഗ്രാമകന്യക എന്നുള്ളത് നോക്കി. ഇനി അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അതിനു മുമ്പ് പദച്ഛേദം വായിക്കാം. കോകിലപോതോ മംഗളഗാനം. കോകിലപോതഃ പ്ലസ് മംഗളഗാനം. ശ്യാമപയോദോ മുക്തകനീരൈരവനിം. ശ്യാമപയോദഃ മുക്തകനീരൈഃ അവനിം. പങ്കിലപാദോ നാകസമാനം. പങ്കിലപാദഃ പ്ലസ് നാകസമാനം. സൗരഭവാഹോ മാധവമാല്യം. സൗരഭവാഹः പ്ലസ് മാധവമാല്യം. കലയാമോ നിയതം. കലയാമः പ്ലസ് നിയതം. ഇനി വിഗ്രഹം നോക്കാം. പർവതരാജ. പർവതേഷു രാജ. കോകിലപോതഃ. കോകിലസ്യ പോതഃ കോകിലപോതഃ. കുയിലിൻ്റെ കുഞ്ഞ് കുയിൽ കുഞ്ഞ് എന്ന്. ഗ്രാമസുതായൈ. ഗ്രാമ ഏവ സുത തസ്യൈ. ഗ്രാമം തന്നെ മകള് അവൾക്കായിക്കൊണ്ട്. ഗ്രാമസുതായൈ. ഗ്രാമസഖി. ഗ്രാമസ്യ സഖി. ഗ്രാമത്തിൻ്റെ സഖി ഗ്രാമസഖി. മുക്തകനീരൈഹി. മുക്തകം ഇവ നീരം യത് തത് തൈഹി. മുത്തുപോലെയുള്ള വെള്ളം അതിനാൽ, അതാണ് മുക്തകനീരൈഹി. പങ്കിലപാദഃ. പങ്കിലൗ പാദൗ യസ്യ സഹ. ചെളിയുള്ള പാദങ്ങൾ ആർക്കുണ്ടോ? അപ്പോൾ കർഷകൻ എന്നർത്ഥം കിട്ടും. ദീപപതിഹി. ദീപാനാം പതിഹി. ദീപങ്ങളുടെ പതി. ദീപപതി. സൗരഭവാഹഃ. സൗരഭം വഹതി യഹ സഹ. സുഗന്ധത്തെ വഹിക്കുന്നവൻ യാതൊരുവനാണോ അവനാണ് സൗരഭവാഹൻ. മാധവമാല്യം. മധോഹോ ഇദം മാധവം തസ്യ മാല്യം മാധവമാല്യം. ഈ പഠന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ താളാനുസാരം ബാലകവിതാം ആലപതു. താളമനുസരിച്ച് ബാലകവിതയെ ആലപിക്കാനാണ് പറയുന്നത്. ശ്രദ്ധേയാഃ അംശാഃ ഉചിതഃ താളഃ ആലാപനരീതിഃ അവതാരണശൈലി. നല്ല താളവും നല്ല ആലാപന രീതിയും നല്ല അവതരണ ശൈലിയും ഉണ്ടാകണം. ഇനി അടുത്ത പഠന പ്രവർത്തനം. അധോ ദത്തേന ആശയേന യുക്തം കവിതാഭാഗം ചിത്വാ ലിഖതു. താഴെ തന്നിരിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എടുത്തെഴുതാനാണ് പറയുന്നത്. സൂര്യഃ ഉദയത്തെ. സൂര്യൻ ഉദിക്കുന്നു. ഈ അർത്ഥത്തിലുള്ള കവിതാഭാഗം എന്താണെന്ന് നോക്കിയാൽ പൂർവസ്യാം ദിശി പർവതരാജഃ കനകം താപയതി എന്നതാണ് സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതിനുള്ള ഭാഗം. ഇനി അടുത്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമേ നിർമ്മലാ നദി പ്രവഹതി. ഗ്രാമത്തിൽ നിർമ്മലയായിട്ടുള്ള നദി ഒഴുകുന്നു എന്നതിനുള്ള കവിതാഭാഗം ഏതാണ്? ഗ്രാമസുതായൈ ദർപ്പണവേഷം തനുതേ ശൈവലിനി. അതാണ്. ഇനി അടുത്ത ഭാഗം. മേഘാഃ കാലേ കാലേ വർഷന്തി. മേഘങ്ങൾ അതാത് കാലത്തിൽ വർഷിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു എന്ന് പറയുന്ന ഭാഗം എവിടെയാണ്? ശ്യാമപയോദോ മുക്തകനീരൈരവനിം തോഷയതി എന്നതാണ്. ഇനി അടുത്തത് മേഘാഃ കാലേ കാലേ വർഷന്തി. അത് പറഞ്ഞു. കർഷകഃ ഗ്രാമം സമൃദ്ധം കരോതി. കർഷകൻ ഗ്രാമത്തെ സമൃദ്ധമാക്കുന്നു എന്ന ആശയമുള്ള വരിയാണ്. പങ്കിലപാദോ നാകസമാനം കുരുതേ ഗ്രാമമമും എന്നുള്ളത്. ഇനി അടുത്തത്. സൂര്യപ്രകാശേ കേദാരാഃ സുവർണശോഭയാ രാജന്തെ. വയലുകൾ സൂര്യപ്രകാശത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നു എന്ന് പറയുന്ന വരികളാണ്. കർഷണഭൂമൗ കാഞ്ചനചേലാം വയത്തെ ദീപപതിഃ എന്നുള്ളത്.
ഇനി അടുത്തത് വായോः ആഗമനേന പുഷ്പാണി ഭൂമൗ പതന്തി. വായു വരുമ്പോൾ പുഷ്പങ്ങൾ ഭൂമിയിൽ വീഴുന്നു എന്ന് പറയുന്നത്. ഭൂമിയെ മാലയണിയിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേത് വരിയാണ്? സൗരഭവാഹോ മാധവമാല്യം ധരണീം ധാരയതി എന്നതാണ്. ഇനി അടുത്തത് പ്രകൃതി സംരക്ഷണം കുർമഃ. പ്രകൃതി സംരക്ഷണം നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന വരി ഏതാണ്? താദൃശഭൂമേഃ പാലനകാര്യം കലയാമോ നിയതം എന്നുള്ളതാണ്. അടുത്തത് കവിതാം പഠിത്വാ ക്രിയാപദാനി സഞ്ചിനോതു താന്യുപയുജ്യ നൂതനവാക്യാനി രചയതു. ഈ കവിതയെ പഠിച്ചിട്ട് വായിച്ചിട്ട് ക്രിയാപദങ്ങൾ എടുത്ത് എഴുതുക, എന്നിട്ട് ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 വരി പൂർവസ്യാം ദിശി പർവ്വതരാജഃ കനകം താപയതി. അപ്പോൾ താപയതി തപിപ്പിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ അത് വെച്ചിട്ട് അതൊരു ക്രിയാപദമാണ്. അത് വെച്ചിട്ടൊരു വാക്യം എഴുതുകയാണെങ്കിൽ സൂര്യഃ ഭുവം താപയതി, സൂര്യൻ ഭൂമിയെ ചൂടാക്കുന്നു. അല്ലെങ്കിൽ സൂര്യഃ പൃഥിവീം താപയതി, ഭൂമിയെ ചൂടാക്കുന്നു എന്ന് പറയാം. ഇനി കോകിലപോതോ മംഗളഗാനം മധുരം ശ്രാവയതി. ശ്രാവയതി എന്നതൊരു ക്രിയാപദമാണ്, കേൾപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഒരു വാക്യം ഉണ്ടാക്കുകയാണെങ്കിൽ മാതാ കഥാം ശ്രാവയതി എന്ന് പറയാം, അമ്മ കഥ കേൾപ്പിക്കുന്നു. ഇനി ഗ്രാമസുതായൈ ദർപ്പണവേഷം തനുതേ ശൈവലിനി. തനുതേ എന്നുള്ള ക്രിയാപദം നിർവഹിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പരത്തുന്നു. അപ്പോൾ ചന്ദ്രഃ പ്രകാശം തനുതേ, ചന്ദ്രൻ പ്രകാശം പരത്തുന്നു എന്ന് പറയാം. ഇനി അഞ്ജനലേപം രാതിനികാമം രജനി ഗ്രാമസഖി. രാതി എന്ന ക്രിയാപദം നൽകുന്നു എന്നർത്ഥം. അപ്പോൾ രാജാധനം രാതി, രാജാവ് ധനം നൽകുന്നു എന്നർത്ഥം പറയാം. ഇനി ശ്യാമപയോദോ മുക്തകനീരൈരവനിം തോഷയതി. തോഷയതി എന്നുള്ളതൊരു ക്രിയാപദം, സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം. ബാലഃ മാതരം തോഷയതി എന്ന് പറയാം ഒരു വാക്യം, കുട്ടി അമ്മയെ സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി പങ്കിലപാദോ നാഗസമാനം കുരുതേ ഗ്രാമമമം. കുരുതേ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഛാത്രഃ ഗൃഹകാര്യം കുരുതേ, വിദ്യാർത്ഥി ഹോംവർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഇനി കർഷണഭൂമൗ കാഞ്ചനചേലാം വയതേ ദീപപതിഃ. വയതേ എന്ന് പറഞ്ഞാൽ നെയ്യുന്നു, അതായത് തന്തുവായഃ വസ്ത്രം വയതേ, നെയ്ത്തുകാരൻ വസ്ത്രം നെയ്യുന്നു എന്നർത്ഥം. ഇനി സൗരഭവാഹോ മാധവമാല്യം ധരണീം ധാരയതി. ധാരയതി ധരിപ്പിക്കുന്നു, ധരിക്കുന്നു എന്നൊക്കെ പറയാം. അതായത് സഹ നൂതന വസ്ത്രം ധാരയതി എന്ന് ഉദാഹരണം, അവൻ പുതിയ വസ്ത്രം ധരിക്കുന്നു, ധരിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഇനി കലയാമഹ അടുത്തത് സർവമശേഷം യത്നസമേതം വസുധാം ഭൂഷയതി. ഭൂഷയതി അലങ്കരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു വാക്യം പറയുകയാണെങ്കിൽ മാലാഗൃഹം ഭൂഷയതി, മാല വീടിനെ അലങ്കരിക്കുന്നു എന്ന് പറയാം. ഇനി താദൃശഭൂമേഃ പാലനകാര്യം കലയാമോ നിയതം. കലയാമഹ എന്നുള്ളതൊരു ക്രിയാപദം, ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ വയം ഈശ്വരം കലയാമഹ എന്നൊരു വാക്യം പറയാം, ഞങ്ങൾ ഈശ്വരനെ ചിന്തിക്കുന്നു എന്ന് പറയാം. അപ്പം ഇങ്ങനെ ക്രിയാപദങ്ങളൊക്കെ എടുത്ത് അതിനെക്കൊണ്ട് ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കി. ഇനി അടുത്ത അത് നോക്കുകയാണെങ്കിൽ ഉദാഹരണാനുസാരം മഞ്ജൂഷാതഃ നിജന്തം രൂപം ചിത്വാ ലിഖതു. ഉദാഹരണമനുസരിച്ച് ഈ പെട്ടിയിൽ നിന്ന് നിജന്തമായിട്ടുള്ള രൂപം, നിച്ച് അന്തത്തിൽ വരുന്ന, അവസാനത്തിൽ വരുന്ന രൂപമുണ്ട്. അതായത് നിച്ച് അന്തത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥം കിട്ടും. അതായത് ഇപ്പോൾ എഴുതുന്നു
എന്നുള്ളതിനെ എഴുതിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേരിക്കുകയാണ്, പ്രേരണയാണ് അവിടെ. അല്ലെങ്കിൽ ഇപ്പം പറയുന്നു എന്ന് പറയണോ, അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ പറയിപ്പിക്കുന്നു എന്ന് വരുമല്ലോ. അപ്പം അങ്ങനെ പ്രേരണാർത്ഥം വരണതിനെയാണ് ഈ നിജന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിജന്തം വരുന്ന രൂപങ്ങൾക്ക് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പാഠയതി, ചാലയതി, ഇത് രണ്ടുമാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് നിജന്ത രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതൊക്കെയാണ്? ചോരയതി നിജന്തമാണ്, മോഷ്ടിക്കുന്നു എന്നർത്ഥം. നാദയതി നിജന്തമാണ്, ശബ്ദിപ്പിക്കുന്നു എന്നർത്ഥം. പ്രവേശയതി പ്രവേശിപ്പിക്കുന്നു എന്നർത്ഥം. പ്രേരയതി പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം. പിന്നെ കർഷയതി ഉഴുവിപ്പിക്കുന്നു അല്ലെങ്കിൽ വലിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതിൽ ലിഖതി എന്നുള്ളത് നിജന്തമല്ല, പതതി നിജന്തമല്ല, ഗച്ഛതി നടതി ഇതൊന്നും നിജന്തമല്ല. കാരണം ലിഖതി എന്ന് പറയുമ്പോൾ അവിടെ പ്രേരണയൊന്നുമില്ല, എഴുതുന്നു. എഴുതിപ്പിക്കുന്നു എന്നാണെങ്കിൽ പ്രേരണ എന്ന് പറയാം, പക്ഷെ എഴുതുന്നു എന്നേ ഉള്ളൂ ലിഖതി. പതതി വീഴുന്നു, അപ്പോൾ അവിടെ പ്രേരണയില്ല. ഗച്ഛതി പോകുന്നു, അവിടെ പ്രേരണയില്ല. നടതി അവിടെയും പ്രേരണയില്ല. ഇനി ഇവിടെ കവിതാഭാഗാത് ഭൂമിഹി, അടുത്ത പഠന പ്രവർത്തനമാണ്. ഭൂമിഹി ഇത്യസ്യ പദസ്യ സമാനാർത്ഥക പദാനി ചിത്വാ ലിഖതു. ഈ കവിതാഭാഗത്ത് നിന്ന് ഭൂമി എന്നർത്ഥം വരുന്ന വാക്കുകൾ എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഭൂമി എന്നുള്ള അർത്ഥം വരുന്ന 3 വാക്കുകളാണ് ഈ കവിതയിലുള്ളത്. അവനിഹി, ധരണി, വസുധ, ഇത്രയുമാണ് 3 ഇനി കവിതായാഹ ആശയം സ്വവാക്യേഹി ലിഖതു. കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ എഴുതാനാണ് പറയുന്നത്. ഇനി അടുത്തത് പരിസ്ഥിതി സംരക്ഷണസ്യ ഉപായാൻ സംഘശഃ ചർച്ചിത്വ ലഘുടിപ്പണിയും ലിഖതു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഉപായങ്ങൾ, പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്തൊരു ചെറിയ ടിപ്പണി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് കാണുന്ന ഓരോരുത്തരും എന്താ പറയുക, ഓരോ കമൻ്റ് ഇടുകയാണെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇന്നത് ചെയ്യണം, അങ്ങനെ ഓരോ കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സുകൾ കിട്ടും. അതൊരു ചർച്ചയായിട്ട് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെയൊന്ന് ചെയ്യാൻ നോക്കുക. ഇനി അനുബന്ധമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ. ദിശഹ, ദിക്കുകൾ ഏതൊക്കെയാണ്? പൂർവ്വ ദിക്ക്, പശ്ചിമ ദിക്ക്, ദക്ഷിണ ദിക്ക്, ഉത്തര ദിക്ക്. അതായത് പൂർവ്വ ദിക്ക് കിഴക്ക്, പശ്ചിമ ദിക്ക് പടിഞ്ഞാറ്, ദക്ഷിണ ദിക്ക് തെക്ക്, ഉത്തര ദിക്ക് വടക്ക്. ഋതവഹ, ഏതൊക്കെ ഋതുക്കളുണ്ട്? 6 ഋതുക്കളുണ്ട്. വസന്ത ഋതു, ശിശിര ഋതു, ഹേമന്ത ഋതു, ശരത് ഋതു, വർഷ ഋതു, ഗ്രീഷ്മ ഋതു. ഇനി പദനിർമ്മാണം, പദങ്ങളെ ഉണ്ടാക്കുക. നമുക്ക് സംസ്കൃതത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് ഇപ്പോൾ പയഹ ദദാതീതി പയോദഹ, ഈ മേഘത്തിനെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഇവിടെ പറയുന്നത്. ഒരർത്ഥമാണ് പയസ്, പയഹ എന്ന് പറഞ്ഞാൽ വെള്ളം, ദദാതി എന്ന് പറഞ്ഞാൽ തരിക. അപ്പോൾ വെള്ളത്തെ തരുന്നു അല്ലേ, മേഘമാണല്ലോ വെള്ളത്തെ തരുന്നത്, മഴ പെയ്ക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പയോദഹ എന്ന് മേഘത്തിനെ പറയാം. ഇനി ജലം എന്ന് പറഞ്ഞാലും വെള്ളമല്ലേ, അപ്പോൾ ജലം ദദാതി ഇതി, ജലത്തെ തരുന്നത് എന്നർത്ഥത്തിൽ ജലദഹ എന്ന് പറഞ്ഞാലും മേഘം എന്നർത്ഥം പറയാം. ഈ തോയം ദദാതീതി, തോയം എന്ന് പറഞ്ഞാലും വെള്ളമാണ്. അപ്പോൾ തോയം ദദാതീതി, തോയത്തെ തരുന്നത് തോയദഹ എന്നും മേഘത്തിനെ പറയാം. വാരി ദദാതീതി, വാരി എന്ന് പറഞ്ഞാലും വെള്ളമാണ്. അപ്പോൾ വാരിയെ തരുന്നത് വാരിദഹ എന്ന് പറഞ്ഞാലും മേഘമാണ്. അപ്പോൾ നമുക്ക് പദങ്ങളെ നിർമ്മിക്കാനുള്ള വ്യത്യസ്ത സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. അതായത് ജലശബ്ദസ്യ പര്യായപദേന സഹ ദഹ ഇതി യോജ്യതേ ചേത് മേഘ ഇത്യർത്ഥകം പദം ലഭ്യതേ. ജലശബ്ദത്തിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. ആ പര്യായ പദത്തിൻ്റെ കൂടെ ദഹ എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മേഘ എന്നുള്ള അർത്ഥമുള്ള ഒരു പദം കിട്ടും. ഇനി ധാതുരൂപങ്ങൾ പഠിക്കാം. തപ് സന്താപേ ഭാദിഹി പരസ്മൈപദീ സകർമ്മകഃ
അനിട്ട് നിജന്തി കർത്തരി ലട്ട്. തപ് ധാതുവിൻ്റെ ലട്ട് വർത്തമാനകാലത്തിലുള്ള രൂപങ്ങളാണ്. താപയതി, താപയതഃ, താപയന്തി, താപയസി, താപയഥഃ, താപയഥ, താപയാമി, താപയാവഹ, താപയാമഹ. ഇനി രാദാനെ അദാദിഹി പരസ്മൈപദി സകർമ്മകഃ അനിട്ട് കർത്തരി ലട്ട്. രാദാനെ എന്നുള്ള രാ എന്നുള്ള ധാതുവിൻ്റെ രൂപങ്ങളാണ് രാതി, രാതഃ, രാന്തി, രാസി, രാധഃ, രാധ, രാമി, രാവഹ, രാമഃ. ഇനി നാമരൂപങ്ങൾ പഠിക്കാം. ശകാരാന്ത സ്ത്രീലിംഗ ദിശ് ശബ്ദ. ശകാരാന്തം ഷ അവസാനം വരുന്ന ദിശ് എന്നുള്ള ശബ്ദത്തിൻ്റെ രൂപങ്ങളാണ്. ഇത് സ്ത്രീലിംഗമാണ്. എങ്ങനെ പഠിക്കാം? ദിക് ദിശൗ ദിശ, ദിക് ദിക് ദിശൗ ദിശഃ, ഹേ ദിക് ഹേ ദിക് ഹേ ദിശൗ ഹേ ദിശഃ, ദിശം ദിശൗ ദിശഃ, ദിശാ ദിഗ്ഭ്യാം ദിഗ്ഭിഃ, ദിശേ ദിഗ്ഭ്യാം ദിഗ്ഭ്യഃ, ദിശഃ ദിഗ്ഭ്യാം ദിഗ്ഭ്യഃ, ദിശഃ ദിശോഃ ദിശാം, ദിശി ദിശോഃ ദിക്ഷു. ഇനി ഇവിടെ ഒരു വ്യാകരണ വിശേഷം പറയുന്നു. പർവ്വതരാജഃ. പർവ്വതരാജഃ എന്ന് പറയുമ്പോൾ പർവ്വതരാജഃ ഇത്യത്ര സമാസാന്തസ്യ രാജൻ ശബ്ദസ്യ അകാരാന്തവത് രൂപം ലഭത്തെ. രാജാഹ സഖിഭ്യഷ്ടച്ച് ഇതി സൂത്രേണ. അതായത് രാജൻ എന്ന് പറയുന്ന ശബ്ദം നകാരാന്തമാണ്, ന അവസാനത്തിൽ വരുന്നതാണ്. അപ്പോൾ രാജാനൗ രാജാനഹ എന്നിങ്ങനെ നകാരാന്തമാണ്. പക്ഷേ പർവ്വതരാജഃ എന്ന് വന്നപ്പോൾ അത് അകാരാന്തം പോലെയായിട്ട് തീർന്നു, അല്ലേ? പർവ്വതരാജഃ ആ എന്ന് അവസാനിക്കുന്നു, അകാരാന്തം പോലെയായിട്ട് തീർന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സൂത്രമാണ് രാജാഹ സഖിഭ്യഷ്ടച്ച് എന്നുള്ള സൂത്രം. വ്യാകരണ സൂത്രങ്ങൾ ഉണ്ടല്ലോ, അതായത് സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളിപ്പോൾ പഠിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഗ്രന്ഥം പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ്. അപ്പം അത് സൂത്രരൂപത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ വലിയ അർത്ഥങ്ങളെ പറഞ്ഞു തരുന്ന വാക്യങ്ങളാണ്. അപ്പോൾ രാജാഹ സഖിഭ്യഷ്ടച്ച് എന്നുള്ള സൂത്രം ഇവിടെ പ്രവർത്തിച്ചിട്ടാണ് നകാരാന്തമായിട്ടുള്ള രാജൻ ശബ്ദം പർവ്വതരാജഃ എന്നിങ്ങനെ അകാരാന്തമായിട്ട് മാറിയത്. ഇനി കോശം പഠിക്കാം. ദിക് ദിശസ്തു കകുഭ കാഷ്ഠ ആശാശ്ച ഹരിതശ്ച താഹ ശൈവലിനി തരംഗിണി ശൈവലിനി തട്ടിനി ഹ്രാദിനി ധുനി അവനിഹി ഗോത്രാകുഹ് പൃഥിവി പൃഥ്വി ക്ഷ്മാവനിർമേദിനി മഹി എന്നിങ്ങനെ. ഇനി പ്രകൃതി പാതി പാല്യാച്ച. പ്രകൃതി എന്താണ്? നമ്മളെ രക്ഷിക്കുന്നു, അതുപോലെ അവളെ നമ്മളും രക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ധന്യവാദ.